ഒന്നാം തീയതി ഒരു ചന്ദ്രനെ ഉദിക്കുന്നുള്ളൂ. അതേ ചന്ദ്രൻ വേറെ രാജ്യത്ത് രണ്ടാം ദിവസം ഉദിക്കൂല. ഇത് ഏത് പ്രാഥമിക ബുദ്ധി അനുസരിച്ചും മനസ്സിലാകുന്ന കാര്യമാണ്. വൈദാ ഖാബൽ ഖമറു ബഅദ മഗീബി ശംസി, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ അസ്തമിച്ചുവോ ഫഖദ് ദഖല ശഹ്റു വബദഅ, മാസം തുടങ്ങുകയും അടുത്ത മാസം ആരംഭിക്കുകയും ചെയ്തു. ചന്ദ്രൻ മാസം കടന്നു വന്നു, അടുത്ത മാസം ആരംഭിച്ചു. ഇത്രേ അതിൽ പരിശോധിക്കേണ്ടതുള്ളൂ. അന്ന അവ്വല ശഹരി യജിബു അൻ യകൂന ഫി ഹാദിഹിൽ ഖുറത്തിൽ അർളിയത്തി യൗമൻ വാഹിദൻ വഹിയൽ ഹഖുല്ലദി ലാ മിറിയത ഫീഹി. ചന്ദ്രമാസാരംഭം എന്ന് പറയുന്നത് ഈ ഭൂഗോളത്തിൽ ഒരൊറ്റ ദിവസമാണ്. ജൂലൈ 1-ാം തീയതി. ജൂലൈ 1-ാം തീയതി ലോകത്ത് 2 ദിവസമാവില്ലല്ലോ, ഒരൊറ്റ ദിവസമേ ഉള്ളൂ. എല്ലായിടത്തും സൂര്യൻ ഉദിക്കുന്നത് ഒരേ സമയത്താ? അല്ല, പല സമയത്താണ് ഉദിക്കുന്നത്. അതുപോലെ ചന്ദ്രൻ ഉദിക്കുന്നത് പല സമയങ്ങളിൽ, പല നാടുകളിൽ, പല സമയങ്ങളിലാണ്. എല്ലായിടത്തും ഒരേ സമയത്തല്ല. ജൂലൈ 1 ലോകത്ത് 2 ദിവസം ആകാത്തതുപോലെ ദുൽഹിജ്ജ 1 അല്ലെങ്കിൽ അറബി മാസം 1-ാം തീയതി എന്ന് പറയുന്നത് 2 ദിവസം ഉണ്ടാവില്ല. അത് ഭൂഗോളത്തിൽ അൽ ഖുറത്തിൽ അർളിയ, ഈ ഭൂഗോളത്തിൽ എല്ലാ സ്ഥലത്തും 1-ാം തീയതി തന്നെയാണ്. വഹുവൽ ഹഖു, അതൊരു യാഥാർത്ഥ്യമാണ്. ലാ മിറിയത ഫീഹി, അതിൽ യാതൊരു സംശയവും ഇല്ല. ഇതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ. ഇതൊരു ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായമല്ല കേട്ടോ. നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അന്ന അക്തറൽ ഫുഖഹാ ലാ യഅ്തബിറുന ഇഖ്തിലാഫൽ മത്താലി. അപ്പൊ ലോകത്ത് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഉദയസ്ഥാനങ്ങളുടെ വ്യത്യാസം പരിഗണിക്കേണ്ടതില്ല. ഇമാം നവവിയും ഇബ്നുൽ മുൻദിറും ഒക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞതുപോലെ അവർ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. 4 മദ്ഹബിന്റെ ഇമാമുകളുടെ വീക്ഷണവും എന്താണ്? ഉദയസ്ഥാനങ്ങളിലുള്ള വ്യത്യാസം പരിഗണിക്കേണ്ടതില്ല. ലോകത്ത് എവിടെ കണ്ടാലും അത് സ്വീകരിക്കാം. അതുപോലെ തന്നെ ലൈസ് ബിൻ സഅദ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതാണ്. എന്നാൽ മദ്ഹബിന്റെ ആളുകളിൽ പിൽക്കാലത്ത് ഇമാമുമാരുടെ വീക്ഷണങ്ങൾക്ക് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇമാമുകൾ പറഞ്ഞത് മത്തലബ് പരിഗണിക്കേണ്ടെന്നാണ്. പക്ഷെ മദ്ഹബിന്റെ അനുയായികളിൽ പിൽക്കാലത്ത് വേറെ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ എന്താ, ഭൂരിപക്ഷ പണ്ഡിതന്മാരും 4 മദ്ഹബിന്റെ ഇമാമുകളും പറഞ്ഞിട്ടുള്ള കാര്യം മത്തലബ് നോക്കണ്ട. എന്നാൽ ഇന്നിപ്പോൾ ഏറ്റവും വലിയ തർക്കം നടക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മളൊരു ഉട്ടോപ്യ തരണ്ട, ഒരു യാഥാർത്ഥ്യമല്ലാത്ത, ആളുകൾക്ക് തിരിയാത്ത, മനസ്സിലാകാത്ത, ഭൗതികമായി നിർണയിക്കപ്പെട്ട അതിർവരമ്പുകളില്ലാത്ത മത്ലഇനെയാണ് അവലംബിക്കണം എന്ന് ഇന്ന് ആളുകൾ പറഞ്ഞ് ഈ ഫിത്ന ഒക്കെ ഉണ്ടാക്കും.